ഹലോ, അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് വണ്ടർല കുടുംബത്തിൻ്റെ 5ാമത്തെ പാർക്കായ, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോകോത്തര നിലവാരത്തിലുള്ള പാർക്കിൻ്റെ സ്റ്റാർട്ടിംഗ് ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്നലെ ആയിരുന്നു എൻ്റെ ഉദ്ഘാടനം. അപ്പോൾ ഇന്നിപ്പോൾ ഫസ്റ്റ് ദിവസം എൻട്രി ഇന്ന് കൊടുത്തിരിക്കുന്ന ദിവസമാണ്. ഏകദേശം 5000-ഓളം ആളുകൾ ഇന്ന് കയറുന്നുണ്ട്. അപ്പോൾ ആ ദിവസമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. ലോകോത്തര നിലവാരത്തിലുള്ള ഒരു വലിയ പാർക്കാണ് ഇവിടെ വണ്ടർല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നത്, വണ്ടർല ചെന്നൈ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്നതിനുള്ള വഴിയും കാര്യങ്ങളും ഒക്കെ ഞാൻ പറയാം. അപ്പുറം മൊത്തം മറ്റേ ഇത് അരുവിയില്ലേ, അവിടുന്ന് വെള്ളം മൊത്തം ഇങ്ങോട്ടേക്ക് വരും. ഇതിനപ്പുറം സൈഡിലുള്ള അരുവി. വണ്ടർല ചെന്നൈയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടുന്നതിനുണ്ടല്ലോ, നമ്മൾ നേരെ കൊടുവാഞ്ചേരി എന്ന് പറയുന്ന സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് യൂബർ വിളിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാം. അത് ഏകദേശം 300 രൂപയോളം യൂബറിന് ചാർജ് വരും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കിളമ്പാക്കത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പ്രൈവറ്റ് ബസ് ഉണ്ട്. അതുവഴി നേരെ വന്ന് നമുക്ക് തിരുപ്പൊരൂർ എന്ന് പറയുന്ന സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ എന്തെങ്കിലും വിളിച്ചാണെങ്കിൽ നമുക്ക് വണ്ടർലയിൽ എത്തിച്ചേരാം. അപ്പോൾ തിരുപ്പൊരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു 4 കിലോമീറ്ററോളൊക്കെ പോന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ഇടത് സൈഡിലായിട്ട് വണ്ടർലയുടെ ബോർഡ് കൊടുത്തിട്ടുണ്ട്. ആ ബോർഡിൽ നിന്നുള്ള ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഷൂട്ട് ചെയ്തപ്പോൾ കണ്ടത് കേട്ടോ. അവിടെ നിന്നും ഈ വഴിയിലൂടെ നേരെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വണ്ടർലയുടെ മെയിൻ ഗേറ്റാണ്. ഈ മെയിൻ ഗേറ്റിൽ നിന്ന് നമുക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പാർക്കിംഗ് ഏരിയ ആയി, അതേപോലെ തന്നെ എൻട്രൻസ് സൗകര്യങ്ങളൊക്കെയായി. അപ്പോൾ ഞാൻ ഈ വഴി പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ബസ്സിലൊക്കെ വരുന്ന അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ വരുന്ന വേണ്ടിയിട്ടുള്ള വഴിയാണ് ഇപ്പോൾ പറഞ്ഞത്. സ്വന്തം വണ്ടി കൊണ്ട് വരുന്നവർക്കാണെങ്കിലും ഇപ്പോൾ നമുക്ക് ഈ വഴിയിലൂടെയൊക്കെ തന്നെ വരാം. അത് നേരെ കൊടുവാഞ്ചേരിയിൽ വന്നിട്ട് വരുന്നതായിരിക്കും എപ്പോഴും എളുപ്പം. ചെന്നൈയിൽ എന്നാണ് പറയുന്നതെങ്കിലും ചെന്നൈയിൽ നിന്ന് കുറച്ച് ദൂരം മാറിയിട്ട് കുറച്ച് എന്താ പറയുക ഒരു ഗ്രാമപ്രദേശത്താണ് ഈ പറയുന്ന വണ്ടർല സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ആളുണ്ടല്ലോ, ഞാൻ ക്യാമറ കൊണ്ട് ചെന്നപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഡാൻസ് കളിച്ചതാണ് കേട്ടോ കണ്ടത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ എൻട്രൻസ് വഴി കയറാം. അപ്പോൾ എനിക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല. ഞങ്ങളുടെ വണ്ടർല കൊച്ചിയിലെ മീഡിയയിലുള്ള വിശാൽജി റെക്കമെൻഡ് ചെയ്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ചെറിയ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ എനിക്ക് കയറാൻ. ഇതാണല്ലേ നമ്മുടെ ലോക്കർ കൗണ്ടർ. ഓക്കെ, ഞാൻ വണ്ടർല കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഹായ്, ഒരു ഹായ് സൊല്ല്. ഓക്കെ, അരവിന്ദ് കൊച്ചിയിൽ ഇപ്പോൾ ഇവർക്ക് സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. കാരണം പുതിയതായിട്ട് ഒരു പാർക്ക് തുടങ്ങുമ്പോൾ അതിൻ്റേതായ ഒരു സ്റ്റാഫുകൾക്കൊക്കെ അതിൻ്റേതായ ഒരു കോൺഫിഡൻസിൻ്റെ ഒരു കുറവുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് എല്ലാവരും സപ്പോർട്ടിങ്ങായിട്ട് ഞങ്ങളുടെ കൊച്ചിയിൽ നിന്ന് കുറേ പേര് വന്നിട്ടുണ്ട്. അതിലൊന്നാണ് അരവിന്ദ്. അപ്പോൾ അരവിന്ദ് ഓക്കെ, എത്ര ദിവസമുണ്ട് ഇവിടെ? 2 ദിവസം. പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം ഇവിടെയുള്ള ഓരോ റൈഡുകളുടെ പേരും ഞാൻ പഠിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. കാരണം നമ്മളുടെ അവിടെയുള്ള റൈഡുകളുടെ പേരുകളുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ശരിക്കും ഒരു പുതിയ പാർക്കിൽ വന്ന് നമ്മൾ എൻജോയ് ചെയ്യാൻ വരുന്ന ഒരു ഗസ്റ്റിൻ്റെ അതേ അവസ്ഥയിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഞാനും. കാര്യം വണ്ടർല കൊച്ചിയിലെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വരുമ്പോൾ ഒരു പുതുമുഖത്തെ പോലെ തന്നെയാണ് ഇപ്പോൾ ഞാനും ഇവിടെ വന്നിരിക്കുന്നത്. പാർക്കിലെ വേവ് പൂളാണ് കേട്ടോ എൻ്റെ ബാക്കിൽ കാണുന്നത്. അത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ തിരക്ക് വരുന്ന സമയത്ത് നമ്മൾ മറ്റ് പാർക്കുകളിലൊക്കെ കണ്ടതുപോലെ തന്നെ ജെൻസിനായിട്ടും അല്ലെങ്കിൽ ഫാമിലിക്കായിട്ടും ഒക്കെ രീതിയിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള പാർക്കുകളിൽ എവിടെയായാലും ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു റൈഡാണ് കേട്ടോ വേവ് പൂള് എന്ന് പറയുന്നത്. വേവ് പൂള് ആണ് ഏറ്റവും ഒരു എന്താ പറയുക ഏറ്റവും കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു റൈഡും. അപ്പോൾ ഇതിന്റെ ഡിസൈനിങ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കൊച്ചിയിൽ രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ലേഡീസ് വേവ് പൂളും അല്ലെങ്കിൽ ഫാമിലിക്ക് ആ തിരക്കുള്ള സമയങ്ങളിലൊക്കെ സെപ്പറേറ്റ് ചെയ്ത് 2 പൂളായിട്ടാണ് 2 സൈഡിലായിട്ടാണ്. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഇതിൽ തന്നെ 2ആയിട്ട് തിരിച്ചിട്ടുള്ള രീതിയിൽ 2 വലിയ പൂളുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ തിരക്കുള്ള സമയങ്ങളിലെല്ലാം ഒരു എന്താ പറയുക വരുന്ന ഗസ്റ്റുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവാത്ത രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട്, എന്തായാലും ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ ഉണ്ടാവും എപ്പോഴും. കൊച്ചി പാർക്കിൽ നിന്ന് 2 പേരാണ് കേട്ടോ ഇത്. കുറെ നാടായി അവരിവിടെ കൂടിയിട്ട്. അപ്പൊ ഇവരുടെയൊക്കെ നല്ല പ്രയത്നങ്ങളോടെ കൂടിയാണ് ഈ ഒരു പാർക്കിന്റെ ഒരു വിജയം എന്ന് പറയണേ. അടിപൊളിയല്ലായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ ആ ഒരു വർഷത്തെ?
കൊച്ചി പാർക്കിലുള്ള കുറെ പേര് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വർക്കിന് വന്നിരിക്കുന്നതിൽ ഒരാളാണ് നൗഷാദ്. നൗഷാദ് പോന്നിട്ട് എത്ര? ഞാൻ കഴിഞ്ഞ ഡിസംബർ 1-ാം തീയതി. അപ്പൊ ഏകദേശം 1 വർഷം ആവണു അല്ലേ? ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ? ഇവിടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ വന്ന സമയത്ത് ഇവിടെ തരിശുഭൂമി ആയിരുന്നു. ഇപ്പൊ ഈ പരുവത്തിലേക്ക് ആയി കിട്ടിയല്ലോ. അതെ അതെ അതെ. ഏകദേശം എന്റെ ഇവിടുത്തെ പ്രോജക്ട് ടൈം കഴിഞ്ഞ് പോറായി. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ലാൻഡ് വർക്കുകൾ ഏറ്റവും കൂടുതൽ വന്നേക്കണല്ലേ? കാരണം പ്ലംബിങ്ങും കാര്യങ്ങളും എല്ലാം ഇതായതുകൊണ്ട് എല്ലാം കോൺട്രാക്ട് കൊടുത്താണ്. അവിടെ കൂടുതലും പ്ലംബിംഗ് വർക്കൊക്കെ ആ സൈഡാണ്. നമ്മുടെ ഈ ഏരിയയിലേക്കാണ് അത്ര അധികമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ്, നല്ല അനുഭവം. ഇനിയിപ്പോ പുതിയൊരു പാർക്കാണ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ പൊളിക്കാൻ വേണ്ടി. ഓക്കെ ഓക്കെ ഓക്കെ. അറീസേ? അത് തന്നെ എനിക്കും പറയാൻ പറ്റുന്നത്, മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. മണ്ഡലം പ്രൊജക്റ്റിൽ വന്നിട്ട് ഞങ്ങൾ ആദ്യം വരുമ്പോൾ ഭയങ്കര ചെളി ഇതൊക്കെ ആയിരുന്നു. സെറ്റപ്പായി നല്ല രീതിയിൽ ഇപ്പൊ ലോകോത്തര നിലവാരത്തിലുള്ള ഒരു സംരംഭമായിട്ട് മാറിയില്ലേ? അതെ, നമ്മളുടെ 5ാമത്തെ പാർക്ക് അഭിമാനിക്കാവുന്ന രീതിയിൽ. ഓക്കെ കേട്ടോ, ഇവിടുത്തെ ഫാമിലി പൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇച്ചിരി നേരത്തെ വന്ന് തന്നെ ഫാമിലി പൂളിലെ വീഡിയോ ജസ്റ്റ് എടുത്തതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരുപാട് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അവർക്കത് ഡിസ്റ്റർബൻസ് ആവുമല്ലോ പൂളിന്റെ ഒക്കെ വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി നേരത്തെ വന്നെടുത്തു. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ വേവ്സ് റെസ്റ്റോറന്റ് ഉണ്ട്. നമുക്ക് എല്ലായിടത്തും ഒന്ന് കവർ ചെയ്യാം കേട്ടോ. ആദ്യം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് അങ്ങോട്ടേക്കൊക്കെ എല്ലാം കവർ ചെയ്യാം. ഇതിന്റെ ഡിസൈനൊക്കെ അടിപൊളിയല്ലേ? ആ ഒരു വ്യൂ, ഇവിടുത്തെ ഒരു വ്യൂ ഒന്ന് പറയാം, അടിപൊളിയാണ് കേട്ടോ. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ ക്യാമറയിലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് എഫക്റ്റീവ് ആവണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും ഈ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ എനിക്ക് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഇൻറ്റീരിയലും എല്ലാം നോക്കുക. യെസ്, നിന്നെ ഇങ്ങോട്ട് തട്ടി. ഓക്കെ, ഇതെപ്പോ വന്ന് രാവിലെ ആണോ? എന്നിട്ട് അപ്പൊ ഇത് ശരിക്കും വേവ്സ് റെസ്റ്റോറന്റ് ആണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ മെനുവിന്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ. അതൊക്കെ പല ദിവസങ്ങളും ചിലപ്പോൾ മാറാം. ഇപ്പോഴത്തെ മെനു എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പൊ ഞങ്ങളുടെ കൂടെ കൊച്ചിയിലുണ്ടായിരുന്ന എബിയാണ് ഇട്ടത്. വണ്ണൊന്നാണ് നമ്മളെല്ലാരും കൂടെയാണ് സെറ്റ് ചെയ്യണത്. അവിടെ വന്നിട്ട് സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുക, സെറ്റ് ചെയ്യുക. അതെ അതെ, പുതിയതായിട്ടുള്ളവർക്കാവുമ്പോൾ പരിചയക്കുറവുണ്ടാവുമല്ലോ. ആ പരിചയക്കുറവ് നമ്മൾ നേരത്തെ എവിടെ എന്താ ചെയ്യുന്നവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, നമ്മൾ ചെയ്യിപ്പിക്കുക, ഫുഡ് സെറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. എല്ലാവരും കൊണ്ടല്ലേയാണല്ലോ, എല്ലാ ഒറ്റ ഫാമിലി. അതെ അതെ, എല്ലാ ഒറ്റ ഫാമിലി നമ്മളെല്ലാവരും കൂടെ സെറ്റ് ചെയ്യുന്നു. അതെ, ഓക്കെ, താങ്ക് യു. റെയിൻകോട്ട് ഫ്ലേവർക്കില്ല വന്ന് റെയിൻകോട്ട് അച്ചാടിനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഇവിടെ വണ്ടർല കൊച്ചിയിൽ നിന്ന് ധാരാളം സ്റ്റാഫുകൾ വന്നിട്ടുണ്ടെന്ന്. അതിലൊരാളാണ് ഷായ് സാർ, നമ്മുടെ അവിടുത്തെ വാട്ടർ സെക്ഷന്റെ ലീഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഷായ് സാറേ, ഹായ് രാജേഷ്. എത്ര ദിവസമായി വന്നിട്ട്? 1.5 മാസം ആവുന്നു. 1.5 മാസം. ഇന്ന് ഫസ്റ്റ് ഡേ ഗസ്റ്റിന് കൊടുത്തോണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട്? അടിപൊളിയാണല്ലോ അല്ലേ നമ്മുടെ പാർക്ക്? നന്നായിട്ടുണ്ട്. നമ്മുടെ എല്ലാ പാർക്കും വെച്ച് നോക്കുമ്പോൾ ഒന്നുകൂടെ കുറച്ചുകൂടെ ബെറ്റർ ആണ്. എന്നാലും സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പൊ അതിനെ കുറച്ച് കറക്ഷൻ അതുണ്ടാവല്ലോ സ്വാഭാവികമായിട്ടും. ഓക്കെ ഓക്കെ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഞാൻ വന്ന് കണ്ടിട്ട് നമ്മുടെ എല്ലാ പാർക്കുകളും ഒന്നിനൊന്ന് മെച്ചാണ് ശരിക്കും പറഞ്ഞാൽ, ഓരോ രീതിയിൽ. ഇപ്പൊ നമ്മുടെ വണ്ടർല കൊച്ചിയുടെ ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷമൊന്നും അല്ല ഇവിടെ. കാരണം അവിടുത്തെ ലാൻഡ് ഒന്നും അല്ലല്ലോ ഇവിടത്തേത്. അപ്പൊ ഇവിടത്തെ ലാൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ വേറൊരു ഇതാണ്. അപ്പൊ മൊത്തം ഒരു അടിപൊളിയാണ് എല്ലാം അല്ലേ? നമ്മുടെ ഇപ്പം എല്ലാ പാർക്കിലെയും പോലുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണെ പോലും ഇവിടെ എപ്പോഴും മഴ ഇല്ലെങ്കിൽ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കും. അതനുസരിച്ചുള്ള കറക്ഷൻ നമുക്കിവിടെ ആവശ്യമായിട്ട് ഇരിക്കുന്നു. ഓക്കെ 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 ഓക്കെ. താങ്ക് യു. കണ്ടു, താങ്ക് യു. നമുക്ക് അവിടെ വരുമ്പോൾ മീറ്റ് ചെയ്യാം. വാട്ടർ റൈഡുകളെല്ലാം തുടങ്ങുന്നത് നിങ്ങൾക്കറിയാലോ ടോപ്പിൽ നിന്നായിരിക്കുമല്ലോ. അപ്പൊ ഇവിടുത്തെ ലാൻഡ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ ബിൽഡിങ്ങുകളിൽ നിന്നാണ് വാട്ടർ റൈഡുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതേപോലെയുള്ള ധാരാളം ബിൽഡിങ്ങുകളിൽ നിന്ന് ധാരാളം വാട്ടർ റൈഡുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതില് ഇപ്പൊ പേരുകൾ നമ്മൾ എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ റെയിൻബോ ലൂപ്സ്, ഫ്യൂഷൻ സ്ലൈഡ്, കോർണറ്റോ, അതേപോലെ തന്നെ ടൊർണാഡോ, ഡ്രോപ്പ്, മാമത്ത്, സ്ക്രൂ, ബുള്ളറ്റ്, പൈറേറ്റ് ലഗൂൺ, പിന്നെ റെയിൻ ഡിസ്കോ, അതേപോലെ തന്നെ സീ ലഗൂൺ, പിന്നെ വേവ് പൂളുകള്, ഫാമിലി പൂളുകൾ, അങ്ങനെ ഒരുപാട് വാട്ടർ റൈഡുകൾ നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ വാട്ടർ റൈഡുകളുടെ ലെങ്ത് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലോ, ഇത്ര അധികം ലെങ്ത്തിൽ ഉള്ള വാട്ടർ റൈഡുകളാണ് കേട്ടോ ഇവിടെ എല്ലാം. എല്ലാ ലോകോത്തര നിലവാരത്തിലുള്ള അടിപൊളി വാട്ടർ റൈഡുകളാണ് എല്ലാം തന്നെ. ഇതിൽ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ശാരീരിക അസ്വസ്ഥതകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് എയ്ഡ് സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ വല്ല തലകറക്കോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫസ്റ്റ് എയ്ഡ് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ഇവിടുത്തെ. ഇന്നത്തെ ദിവസം ശരിക്കും മഴ ഉണ്ടോയെന്ന് വെച്ചാൽ മഴയില്ല, ചെറുതായിട്ടൊരു ചാറ്റൽ മഴ. പക്ഷെ അതുകൊണ്ട് തന്നെ നല്ല ഈർപ്പം നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ മൊത്തം. ആ ബിൽഡിങ്ങിൽ നിന്ന് ഏകദേശം 3-4 റൈഡുകളാണ് ആ ബിൽഡിങ്ങിൽ നിന്ന് ഉള്ളതെങ്കിൽ ഇപ്പുറത്തെ ബിൽഡിങ്ങിൽ നിന്ന് ഇവിടെ നിന്നുമുണ്ട് ഇതുപോലെ തന്നെ വേവി ഫാളും വെർട്ടിക്കൽ ഫാളും അങ്ങനെ എല്ലാ റൈഡുകളും വാട്ടർ റൈഡുകൾ ഒരു 4-5 ഇപ്പുറത്ത് നിന്നുണ്ട് കേട്ടോ. നമ്മുടെ മെയിൻ ത്രില്ലർ റൈഡുകളിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. നമ്മൾ വാട്ടർ റൈഡിന്റെ ഭാഗത്താണ് കേട്ടോ ഇപ്പം നിൽക്കുന്നത്. ഇത് സത്യത്തിൽ ഇത് വണ്ടർല കൊച്ചിയാണോ അതോ ചെന്നൈ ആണോ എനിക്കറിയാൻ പാടില്ല. ഇത് വണ്ടർല കൊച്ചിയിലുള്ള എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. എല്ലാരും ഇവിടെ അല്ലേ? വിനോദ് ചേട്ടൻ ഇപ്പൊ 1 വർഷമായില്ലേ ഇപ്പൊ ഇവിടെ? 1 വർഷം മുമ്പ് വരെ വണ്ടർല കൊച്ചിയുടെ താരമായിരുന്നു. ഇപ്പൊ ഇവിടെ സ്ഥിരമായി. നിങ്ങളെന്താ ഇനി തിരിച്ചങ്ങോട്ട് പോണേ? അടുത്ത മാസം. കുറച്ച് പ്രാവശ്യം വന്നിട്ട് പോയതല്ലേ? എത്രയാണ്? 2 മാസം. ഓക്കെ. അപ്പൊ ഇവിടെ അടിച്ചു വിളിക്കുകയാണ് രണ്ടുപേരും. എങ്ങനെയുണ്ട് നമ്മുടെ ഈ പാർക്കിനെ കുറിച്ചുള്ള അഭിപ്രായം? നിങ്ങൾ ടെക്നീഷ്യന്മാർക്കാണല്ലോ വ്യക്തമായിട്ട് അറിയാവുന്നത്. ഓക്കെ. ഒരു ഓപ്പൺ റെയിൻ ഡിസ്കോയാണ് കേട്ടോ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഞങ്ങൾ നമ്മുടെ കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ അല്ല, ഇൻഡോർ ആണ്. ഇവിടെ ഓപ്പൺ റെയിൻ ഡിസ്കോയാണ്. ചെറിയൊരു മഞ്ഞിന്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു അല്ലെ ഒരു പ്രത്യേക ഭംഗി. ആ മഞ്ഞിനിടയിലൂടെ കളർഫുൾ ആയിട്ടുള്ള ആ ഫാമിലി പൂളും നിനക്കെന്നാണോ പരിപാടി? ചുമ്മാ കറങ്ങാൻ വന്നാ? ഗസ്റ്റ് കൂടുതലും ഇപ്പോൾ ലാൻഡ് റൈഡിന്റെ ഭാഗത്താണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് വാട്ടർ റൈഡിലേക്ക് ഒരുപാട് ഗസ്റ്റ് ഉള്ള സമയത്ത് വന്ന് വീഡിയോ എടുക്കുന്നതിനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് രാവിലെ തന്നെ വന്ന് വാട്ടർ റൈഡിന്റെ വീഡിയോകൾ എടുത്താണ്. ഇപ്പോൾ കൂടുതൽ ഗസ്റ്റും സ്വാഭാവികമായിട്ടും വന്ന വഴി തന്നെ നേരെ ലാൻഡ് റൈഡിൽ കയറിയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് ഇപ്പോൾ അത്രയും തിരക്ക് ഫീൽ ചെയ്യാത്തത്. അപ്പൊ നമ്മൾ ഇനി ഇതേ നേരെ ഈ മോണോയിൽ ഒന്ന് കയറാൻ പോവാണല്ലോ. കാരണം ബാക്കി പല റൈഡുകൾ നമ്മൾ കയറിയിട്ടുണ്ട്. നമ്മുടെ മറ്റു പാർക്കുകളിൽ ഈ മോണോ റൈഡില്ല. അപ്പൊ ഇതിന്റെ ഒരു വ്യൂ നമുക്ക് മൊത്തം കാണാൻ പറ്റും. അതായത് പാർക്കിന്റെ മൊത്തം വ്യൂ റൈഡിൽ കയറാൻ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിനകത്തൊന്ന് കയറിയിട്ട് വരാം.
മോണോ റെയിൽ അല്ലെങ്കിൽ സ്കൈ റെയിലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇതേപോലെ തന്നെ ഈ പരിസരം മുഴുവൻ വ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ എല്ലാ ടൈപ്പ് ആളുകൾക്കും ഇപ്പൊ ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നിച്ചിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു റൈഡ് കൂടിയാണ് ഇത്. പതുക്കെയാണ് പോകുന്നത്, സ്ഥലങ്ങൾ മുഴുവൻ കാണുക എന്നുള്ള രീതിയിൽ തന്നെ നമുക്കിങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും. ഇപ്പൊ വേവ് പൂള് കാണാൻ ആദ്യം കണ്ടത് എൻട്രൻസ് ആണ്. അതേപോലെ തന്നെ ഓരോ റൈഡുകളും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ നമ്മളിനി കയറേണ്ട റൈഡ് ഏതാണ്, കയറാത്ത റൈഡ് ഏതാണ്, അങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ റോളർ കോസ്റ്റർ. വളരെ ഏറ്റവും എന്തായത് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ റോളർ കോസ്റ്ററാണ് ഇവിടെ ഉള്ളത്. അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. മറ്റുള്ള റോളർ കോസ്റ്ററുകൾക്കൊന്നും ഇത്രയധികം നീളമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഒരുപാട് കവർ ചെയ്തു വരുന്ന വിശാലമായ ഒരു റോളർ കോസ്റ്ററാണ് കേട്ടോ. അതെ ശേഖർ, അതെ ഇപ്പൊ ഞങ്ങള് രാവിലെ എത്തി. അപ്പൊ ഞാൻ ആദ്യം വന്നു കഴിഞ്ഞപ്പോ ശേഖരനെ തിരക്കി, പക്ഷെ അന്നേരം തിരക്കൊക്കെ കാണാൻ പറ്റില്ല. തിരക്കുണ്ടായിരുന്നല്ലോ അപ്പൊ അതിന്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാ റൈഡിലും കൂടെ ഓടിയിട്ടൊക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട് മൊത്തത്തിൽ അവിടെ നിന്ന് മാറ്റം? കുഴപ്പമില്ല, നല്ല ഇതാണ്. നല്ല എന്താ പറയാ, നല്ലൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മളിപ്പോ 25 വർഷം അവിടെ നിന്നു, പക്ഷെ ആ ഒരു നമുക്കൊരു വ്യത്യസ്ത എക്സ്പീരിയൻസ് വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് മാറി. കുഴപ്പമില്ല, ഇങ്ങനെ പോകണം. അടിപൊളിയാണ്. ഇപ്പൊ ഒരു ഓൾ ഇൻ ഓൾ ആയിട്ട് ഓടിയെടുക്കുകയാണല്ലേ? അങ്ങനെയും പറയാം. ഓക്കേടാ. ഓക്കെ. ഇന്ത്യയിലെ മറ്റൊരു പാർക്കുകളിലും ഇല്ലാത്ത വിധത്തിലുള്ള 5 വള ഹൈ ത്രില്ല് റൈഡുകളാണ് കേട്ടോ ചെന്നൈ പാർക്കിലുള്ളത്. അതിൽ ഒന്നാണ് ഈ സ്പിൻഡ് മില്ല് എന്ന് പറയുന്ന ഈ റൈഡ്. ഇത് അത്ര ഹൈറ്റിലാണ് കേട്ടോ കറങ്ങുന്നത്. വിൻഡ് മില്ലിൻ്റെ ഒരു വലിയ രൂപമാണ് ഈ റൈഡ്. ഇൻസാനിറ്റി എന്ന റീകോയിലായാലും ഈ സ്പിൻഡ് മില്ല് എന്ന് പറഞ്ഞ ഈ റൈഡായാലും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടർലാ ചെന്നൈയിൽ തന്നെ പോകണം കേട്ടോ. അപ്പോൾ അത്ര വെറൈറ്റി ആയിട്ടുള്ള റൈഡാണ്, അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള റൈഡുമാണ്, അത്രയ്ക്ക് ത്രില്ലാണ് കേട്ടോ ഈ 2 റൈഡുകളും. വണ്ടർലാ ചെന്നൈ
എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. എല്ലാ റൈഡുകളിലും നമുക്ക് കയറാനായിട്ടുള്ള സമയം കിട്ടില്ല. പക്ഷെ അത് ഇനി ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പെട്ടെന്ന് വന്നു. ഇന്നിപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ് തുറന്നേക്കുന്ന ദിവസമാണല്ലോ. അപ്പോൾ അത് കാരണം ഞങ്ങളൊന്ന് പെട്ടെന്ന് വന്ന് ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് അതിനോട് പോവുകയാണ്. അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കൊച്ചിയിലൊക്കെ നിങ്ങൾ വന്ന് കണ്ടിരുന്നതിനേക്കാൾ അടിപൊളിയായിട്ടാണ് ഇവിടുത്തെ എല്ലാ റൈഡുകളും. അത്ര ത്രില്ലർ റൈഡുകളൊക്കെ പലതും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിശദമായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ വന്ന് അനുഭവിക്കുക. ഏതായാലും നമ്മുടെ ഏറ്റവും ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊക്കെ ഏറ്റവും വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി റൈഡുകളുള്ള ഏഷ്യയിലെ ഏറ്റവും മുന്തിയ പാർക്കുകളിൽ ഒന്ന് തന്നെയാണ് ഇപ്പോൾ വണ്ടർല. ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 പാർക്ക് ആണ് ഇപ്പോൾ ഈ വണ്ടർല ചെന്നൈയിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങളെല്ലാവരും വന്ന് എൻജോയ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യട്ടോ. അതായത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. ശേഖരേ, ബൈ. മനു, ഓക്കെ, ബൈ.